എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഈ ശിവരാത്രിൻ്റെ ഐതിഹ്യം ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഈ ശിവന് നീല കളർ അതിൻ്റെ ഒരു കാരണം അറിയില്ല. പാലാഴി മഥനം എന്നറിയില്ലേ? അപ്പോൾ അത് വെച്ച് ഒരു ഭാഗത്ത് അസുരന്മാരും അതുപോലെ ഒരു ഭാഗത്ത് ദേവന്മാരും കൂടിയിട്ട് പിന്നെ ഈ സുമേരു പർവ്വതത്തിനെ പിന്നെ ഈ പാമ്പിനെ കൊണ്ട് ചുറ്റി. അതുപോലെ തന്നെ ഈ പാലാഴീനെ പിന്നെ മദനം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന സമയത്ത് ഈ പാമ്പിൻ്റെ വായിലുള്ള പാമ്പിൻ്റെ വിഷം പുറത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അത് ഭൂമിയിൽ ഉറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ശിവൻ കൊടുത്ത് ശിവനത് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പാർവതി കണ്ടിട്ട് വേഗം കഴുത്ത് വന്ന് പിടിച്ച് പിന്നെ പുറത്തേക്ക് ഇറക്കാനും പറ്റുന്നില്ല. അപ്പോൾ തുപ്പണ്ടേ? അപ്പോൾ തുപ്പാൻ നോക്കുമ്പോൾ മഹാവിഷ്ണു വന്നിട്ട് വായും പൊത്തി പിടിച്ചാണ്ട്. അപ്പോൾ കുറച്ചെല്ലാം ഉറ്റിയിട്ട് വന്നു. അതായി കാണുന്ന നമ്മൾ ഈ ചെറിയ വിഷജന്തുക്കളും അതുപോലെ തന്നെ പാമ്പ് ഇതുപോലെ നമ്മൾ മനുഷ്യന്മാരും ഉണ്ടാവില്ല എനിക്കറിയില്ല. ചിലപ്പോൾ പിന്നെ നമ്മളെല്ലാം പറയുന്നില്ലേ, ഓൻ്റെ ഉള്ളിൽ തേച്ചും വിഷാന്നെല്ലാം പറയുന്നില്ലേ? ചിലപ്പോൾ നമ്മളെല്ലാം അതിൽ പെടുത്തി അവർക്കറിയില്ല. അപ്പോൾ അതിൽ പിന്നെ ശിവന് ഇങ്ങനെ പിടിച്ച സമയത്ത് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് മൊത്തം കളർ മാറി നീല കളറായിപ്പോയി. അങ്ങനെ നീലകണ്ഠൻ്റെ പേര് വന്നത്. അതുപോലെ തന്നെ പാർവതിക്കും ഇതേപോലെ വന്നിട്ടുണ്ടായി. എന്ന് വെച്ചാൽ മഹിഷാസുരമർദ്ദിനി ആയിട്ടുള്ള ചില സ്വർഗ്ഗലോകം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഹിഷാസുരൻ സ്വർഗ്ഗലോകം പിടിച്ചെടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് പാർവതിയാണ്. എന്ന് വെച്ചാൽ മഹിഷാസുരന് പിന്നെ വരം കെട്ടിയത് ബ്രഹ്മാവിനെടുക്കുന്നു. ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ടായി മഹിഷാസുരന് ഒരു സ്ത്രീക്കോ അതുപോലെ തന്നെ ദേവന്മാർക്കോ കൊല്ലാൻ വേണ്ടി പാടില്ല എന്നിട്ട്. അപ്പോൾ ഈ പാർവതീൻ്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ മഹിഷാസുരനെ കൊല്ലുന്ന സമയത്ത് മഹിഷാസുരൻ്റെ ബ്ലഡിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ഈ വടകൾ എഴുന്നേറ്റ് വരുമോ. അപ്പോൾ ഈ രക്തം മുഴുവൻ കുടിച്ചിട്ട് പിന്നെയാണ് ഈ മഹിഷാസുരനെ പിന്നെ വകവരുത്തുന്നത്. അപ്പോൾ ഈ പാർവതി ഈ ബ്ലഡ് കുടിച്ച സമയത്ത് മൊത്തം കളർ മാറിപ്പോയി, നീല കളറായി. അപ്പോൾ അത് മഹിഷാസുരമർദ്ദിനി എന്ന് പറയും. എന്നിട്ട് ശിവനടുക്ക് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓക്കെ ഞാൻ പിന്നെ സ്വർഗ്ഗലോകം പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ദ്രന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശിവൻ പറഞ്ഞു, നിൻ്റെ രൂപലം മാറിപ്പോയാണ്, എനിക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കെന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് ബ്രഹ്മാവിനോടൊക്കെ പോയാലും പറഞ്ഞു, ഞാൻ എന്നാ വേണ്ടത്, ഭർത്താവ് ഇങ്ങനെ പറയുന്നതാണ്. അന്ന് പറഞ്ഞു, നീ സരയൂ നദിയിൽ പോയിട്ട് ഒന്ന് മുങ്ങിയിട്ട് നീർന്നിട്ട് വാ, എന്നിട്ട് പൂടുന്നു പറഞ്ഞു. അപ്പോൾ മുങ്ങിയിട്ട് നീരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭൂലോകസുന്ദരിയായി എന്നാണ് പറയുന്നത്. ഇത് വെച്ചാൽ ആചാര്യന്മാർ എഴുതി വെച്ചതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിച്ച് പോയിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആചാര്യന്മാർ എഴുതി വെക്കുന്നതും. അതുപോലെ തന്നെ ഈശ്വരനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, അത് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ എങ്കിൽ ഒരാൾക്കും ഓരോ അനുഭവങ്ങളാണ് ഈശ്വരനും ഉണ്ടെന്നും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി, ഐതിഹ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ബി ഹാപ്പി ഓൾവേസ്. എന്നുവെച്ചാൽ ഭൂമി, അതുപോലെ ഓക്സിജൻ, അതുപോലെ തന്നെ സൂര്യൻ, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യാണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മൃഗങ്ങൾ പക്ഷികളും ജീവിക്കുന്നില്ലേ, അവർക്കെല്ലാം എക്സ്പാൻ എന്താ പറയുക, ഒരു ഉറുമ്പിന് പോലും സുനാമി വരുന്ന സമയത്ത് അറിയായിരുന്നു അവർ പ്രകൃതിയിലെ ഭക്ഷണം കഴിച്ചത്, നാച്ചുറൽ ഫുഡ്. ഇന്ന് മനുഷ്യൻ ഫാസ്റ്റ് ഫുഡ് എത്താണ്. അപ്പോൾ ഈ സുനാമി വരുന്ന സമയത്ത് ഉറുമ്പ് പോലും ആകുന്നിട്ട് പോയി. ഒരു ഒറ്റ ഉറുമ്പോ മൃഗങ്ങളോ ഒന്നും പിന്നെ കാട്ടിൽ ജീവിക്കുന്ന ആരും അവരും ഇതിൽ ഒലിച്ചു പോയിട്ടില്ല. പക്ഷേ മനുഷ്യന് പിന്നെ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് മനുഷ്യന് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വാട്ട് ഈസ് ഹാപ്പണിങ് ഇൻ ഫ്യൂച്ചർ, അതാണ് പറ്റിപ്പോയത്.